കൂത്തുപറമ്പിൽ വയോധികയുടെ ഒരു മാല മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായത് ഒരു CPM കൗൺസിലറാണ്. ജാനകി എന്ന 77 വയസ്സുകാരിയുടെ മാലയാണ് കവർന്നത്. അപ്പോൾ ആ അമ്മ നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മോഷ്ടാവ് കൗൺസിലർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് ജാനകി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. കൂത്തുപറമ്പ് നഗരസഭ 4-ാം വാർഡ് കൗൺസിലറായ PP രാജേഷാണ് മാല മോഷണ കേസിൽ ഇന്നലെ അറസ്റ്റിലായത്. കൂത്തുപറമ്പിൽ 77 വയസ്സ് പ്രായമുള്ള വയോധികയുടെ മാല മോഷ്ടിച്ച ആ കള്ളനെ പിടികൂടിയപ്പോൾ നാം എല്ലാം ഞെട്ടിയതാണ്. അതൊരു കൗൺസിലറായിരുന്നു. 4-ാം വാർഡ് CPMന്റെ കൗൺസിലറായ PP രാജേഷാണ് അറസ്റ്റിലായത്. ജാനകി എന്ന അമ്മയുടെ മാലയാണ് മോഷ്ടിച്ചത്. അപ്പോൾ അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമ്മ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നല്ലേ സംഭവം? വ്യാഴാഴ്ചയാണ്. അമ്മ ഇവിടെ ഇരിക്കുക. എങ്ങനെയായിരുന്നു? ഇവിടുന്ന് മീന് കഴുകുമ്പോ ഇവൻ വന്നിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് അപ്പാട് കാര്യം എന്താ ഹെൽമെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ എന്റെ കഴുത്ത് പിടിച്ചിരുന്നു. പിന്നെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒച്ച വെച്ചില്ല ആ സമയത്ത്? ഒച്ച വെച്ചിന്. ഒച്ച എനിക്ക് കയ്യിൽ നിന്ന് ഒച്ച വെച്ചിട്ട് ബൈറും കൊടുത്തിന്. എന്റെ മാല പൊട്ടിച്ച് പോയി. പ്രതിയെ പിടിച്ചു. സന്തോഷമായോ? മാല കിട്ടിയോ? ആ കൈമ കിട്ടിയില്ല. മാല ഇന്നലെ കാണിച്ചു തന്നെ ആ കോടതിയിൽ പിടിച്ചിട്ട് അമ്മക്ക് ഇനി മാല ഉണ്ടായാലും കുറച്ച് ദിവസം കൊണ്ട് കിട്ടും. പൊട്ടിയ കഷ്ണം അടക്കൊണ്ട കൊടുക്കാൻ പറഞ്ഞു. ഒരു കഷ്ണം കഴുത്തിൽ തന്നെ ഉണ്ടേനു. അത് അടക്കൊണ്ട കൊടുക്കാൻ പറഞ്ഞു. ഇത് 1 പവനിലേറെ ഉണ്ടോ? എത്ര ഉണ്ട്? 1 പവന് ചെയിനാണ്. പിന്നെ അതിന്റെ താലിമാല പറഞ്ഞേ. പ്രതി രാജേഷ് എന്ന് പറഞ്ഞ കൗൺസിലറാണ്. ഇയാളെ അറിയാമായിരുന്നോ? അറിയാവുന്നതാണോ? അറിയാന്ന് പറഞ്ഞാൽ അങ്ങനെ റോഡും വലിയെല്ലാം കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോ ബൈക്കിന്റെ മുകളിലെല്ലാം ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടി അങ്ങനെ നല്ലാണ്ട് മറ്റേ ഞാനുമായിട്ട് ഒരു വർത്തമാനം പറയുക എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഇയാളാണ് മോഷ്ടിച്ചെന്ന് അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയോ? ഞെട്ടിപ്പോയി. എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇതുള്ള ആള് അങ്ങനെ ചെയ്യുമ്പോ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സന്തോഷമാണ്. പക്ഷെ ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ആരാണെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഒരു കൗൺസിലറൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതായാലും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. തൊണ്ടി മുതൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അമ്മയ്ക്ക് സന്തോഷവുമായി. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.